ജനനായകൻ എന്ന സിനിമയോടുകൂടി വിജയ് തൻ്റെ അഭിനയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നെ വളർത്തി വലുതാക്കി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സിനിമ ഉപേക്ഷിക്കുന്നതെന്നോ മറ്റോ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അദ്ദേഹത്തിനെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഓരോ അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഒക്കെ അവരിന്ന് എത്തി നിൽക്കുന്നത് ഏത് ഹൈറ്റിലാണോ അവിടെ എത്താൻ അവർ പണിയെടുത്തതുകൊണ്ടാണ്. വിജയുടെ ആദ്യത്തെ 3-4 പടം കാണുമ്പോഴും ഇഷ്ടപ്പെടാതിരുന്ന ആളുകളെ അടുത്ത പടത്തിൽ ഇമ്പ്രസ് ചെയ്ത്, എന്നിട്ടും ഇഷ്ടപ്പെടാത്ത ആളുകളെ അടുത്ത പടത്തിൽ ഇമ്പ്രസ് ചെയ്ത്, അങ്ങനെ ഇമ്പ്രസ് ചെയ്ത് അയാളാണ് നമ്മളെ അയാളുടെ ഫാൻസാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്വന്തമായി അയാൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കരിയർ. അപ്പം അദ്ദേഹം പറയുന്നത് നമ്മൾ വളർത്തി വലുതാക്കി, രസികർ വളർത്തി വലുതാക്കി എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ വളർത്തി വലുതാക്കി അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ടാണ്. അപ്പോൾ അഭിനയത്തിൽ ഇനിയും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ അഭിനയം നിർത്തുകയാണോ വേണ്ടിയിരുന്നത് എന്ന് പറയുന്ന ഒരു മറുചോദ്യം എനിക്കുണ്ട്. എന്തെങ്കിലും വിജയെ നേരിട്ട് കാണുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതാണ്. അണ്ണ ഒരു രസികനാ நான் சொல்கிறேன், நான் உங்ககிட்ட ரிக்வெஸ்ட் பண்ணுறேன், ப்ளீஸ் സിനിമ വിട്ടിടാതെ. വർഷത്തിൽ ഒരു പടം അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു പടം. സോ ഇതിനകത്ത് കുറേ ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ആസ് എ യൂട്യൂബർ സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും റിവ്യൂ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഇടുന്ന റവന്യൂ ഉണ്ട്. ആ ഒരു ആസ്പെക്റ്റ് അവിടെ ഉണ്ട്, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തൊക്കെ നമ്മൾ ട്രോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിജയ് സിനിമകൾ നമുക്ക് തരുന്നൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ നമ്മൾ കാണാൻ പോവുകയാണ്. ട്രെയിലർ റിയാക്ഷൻ പെട്ടെന്ന് കാണണമെന്നാണെങ്കിൽ ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോയി കാണാം. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയണമെന്നുണ്ട്. വിജയുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് വെളുപ്പാങ്കാലം 4 മണിക്കായാലും 5 മണിക്കായാലും, ഈവൻ അത് ട്രോൾ ചെയ്യപ്പെടാനുള്ളൊരു പടമാണെന്ന ധാരണ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ആളാണ്. റിവ്യൂ ഇടണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ കൂടെ എനിക്കത് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അത് നമുക്ക് തരുന്നൊരു ഫീലുണ്ട്. വിജയ് ഫാൻസിൻ്റെ കൂടെ പോയിരുന്ന് ജയ് വിളിച്ച്, അത് സിനിമ വലിയ ഹിറ്റാണെങ്കിൽ ഇവരുടെ ഒരു ആരവമൊക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിച്ച് തിയേറ്റർ വിടുക എന്ന് പറയുന്നത്, അതുകൊണ്ട് വിജയ് സിനിമകൾ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളൊരു സ്പേസാണ്. അവിടെ ഇരുന്ന് അങ്ങനെ എൻജോയ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോഴേ അതൊരു നഷ്ടമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ വിജയുടെ സിനിമകൾ ആഘോഷിച്ച് തിയേറ്ററിൽ കാണുന്നത് പോലെ നമ്മൾ വേറെ ആരുടെ സിനിമ പോയി കാണും. ഓഫ് കോഴ്സ് അജിത് കുമാറിന് ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമകളൊക്കെ വരുമ്പോഴൊക്കെ ആഘോഷിക്കുമായിരിക്കും. പക്ഷെ വിജയ് ഉണ്ടാക്കുന്ന ഓളം, അല്ലെങ്കിൽ അങ്ങനെ ഓളം ഉണ്ടാക്കുന്ന സിനിമകൾ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ അങ്ങനെ ഓളം ഉണ്ടാക്കുന്ന സിനിമകൾ ചെയ്തിരുന്ന ആളുകളും കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള സിനിമകളിലേക്കൊക്കെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അവർ സെലിബ്രേറ്റ് ചെയ്യാൻ പാകത്തിന് ഇറക്കുന്ന സിനിമകൾ വിജയിക്കാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ഘടകങ്ങളുണ്ടാകുമ്പോൾ വിജയിയെ അതിഭീകരമായിട്ട് മിസ് ചെയ്യും. തളപതി ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യും. തളപതി ഫാക്ടർ തിയേറ്ററിൽ നമുക്ക് തരുന്നൊരു ഉന്മേഷമുണ്ട്, ഒരു ഉന്മാദാവസ്ഥയുണ്ട്. അത് ആക്ച്വലി ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിക്ക് എന്താ പറയുക, സങ്കടമുണ്ട് പുള്ളി സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നതിന്. പൊളിറ്റിക്സിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും എന്നുള്ളത് അത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആഘോഷിച്ചിരുന്ന, അതിലെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിനെ അതിഭീകരമായി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വിജയ് സിനിമകളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇനി നമുക്ക് ജനനായകൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ കാണാം. 1 മണിക്കൂറായിട്ടുള്ളൂ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. തളപതി വിജയ്, പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, ഗൗതം വാസുദേവ് മേനോൻ, പ്രകാശ് രാജ്, പ്രിയാമണി, നരേൻ തുടങ്ങിയവരൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഡയറക്ടഡ് ബൈ H. വിനോദ്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി സത്യൻ സൂര്യനാണ്. എഡിറ്റിംഗ് പ്രദീപ് E. രാഘവ്. ആക്ഷൻ ചെയ്തിട്ടുള്ളത് ANL അരസാണ്. വേറെ മലയാളി പേരുകൾ നിലവിൽ ഞാൻ കാണുന്നില്ല. നമുക്ക് എന്തായാലും ട്രെയിലർ കാണാം. ട്രെയിലർ കണ്ടിട്ട് ബാക്കി വിശദമായിട്ട് സംസാരിക്കാം. അണ്ണാ 4K കൊടുങ്കോ, ഫുൾ ബ്രൈറ്റ്നസ്, ഫുൾ വോളിയം, കാമൺ. ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. தளபதி வெற்றி கொண்ட சம்பவம் பண்றவனு கேள்விப்பட்டிருப்பேன். அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? എന്താണ് ഇത്? தளபதி தொட்டுறத ஸ்லைஸ் போட்டுவாப்ல. நான் சாதா மேன் தான் பேபி. செய்த சம்பவம்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. சூப்பராக இருக்குண்ணே. இருக்கக்கூடாது சார். விஜய புலி மாதிரி வளரும். இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்காக எடுத்து போடுங்க. ലോറി ഓടിച്ചു വരുന്നതാണെങ്കിൽ என் பொண்ணை தொட சொன்னவன் யாரு? ഇതാ പുള്ളിയുടെ പടല്ലേ, ബാലയ്യയുടെ? ഓ, ഇന്നിൽ 9ാം നാൾ ഇന്ത്യ എൻ കാലടിയിൽ വന്ന്
എന്താണ് ഇത്? அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்றேன்னு இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. அயோக்கியர்கள் ஒன்றா நிற்கிறாங்க. அவங்க ஜெயிக்கக்கூடாது. உன்னால ஒன்றும் பண்ண முடியாது. விலகி போ. ആ ബീറ്റ് കൊള്ളാം. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்போ கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. I am coming. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கலாம். ഹൈടെക് എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ, ഡ്രോൺ വെച്ചിട്ടുള്ള അറ്റാക്ക്, അയൺമാൻ സ്യൂട്ട് പോലത്തെ ഒരു സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്, റോബോട്ടിൻ്റെ അറ്റാക്ക്, അങ്ങനെയുള്ള വൻ പരിപാടികളൊക്കെയുള്ള ഒരു പടമാണ് ഇവന്മാർ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം നല്ല ഞെരിപ്പായിട്ടിരിപ്പുണ്ട്. തുടക്കം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഫസ്റ്റ് സംഭവമൊക്കെ ഉണ്ടല്ലോ, അത്രയും ഗണ്ണൊക്കെ വെച്ചിട്ട് ഇവൻ ആരാണ് എന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നത് തുടരുത്, അത് തീപ്പൊരി പോലത്തെ ഒരു ഐറ്റമാണെന്നൊക്കെ പറയുന്ന അങ്ങനത്തെ എലിവേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞിട്ട് വിജയുടെ ഒരു ഇൻട്രോ വരിക. അങ്ങനത്തെ മാസ് പരിപാടികൾ, എലമെൻറ്റുകൾ, അതൊക്കെ ഇനി എത്ര കാലം നമുക്ക് കാണാൻ പറ്റും? അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ വിജയ് വരുമ്പോൾ ഒരു ഓളം ഉണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിജയ് ഈസ് ആൻ ഓളം. ഇപ്പോൾ ഇതിൻ്റെ അകത്തും നമ്മൾ കണ്ടിട്ടുള്ള പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതേപോലെ പുള്ളിയുടെ ഡയലോഗ്, പുള്ളി കൈവെക്കുന്ന പുള്ളിയുടെ ഒരു മാനറിസം സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആയിട്ടുള്ളതാണ്. അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്കിനി തിയേറ്റർ കിട്ടില്ല എന്ന് പറയുന്ന ഞാൻ വിജയുടെ തീപ്പൊരി പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണം, ഞാൻ ആ ഫസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന സമയത്തുള്ള സ്പീച്ച് കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാതെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കാൻ തോന്നുകയോ അങ്ങനത്തെ ഒരു എലമെൻ്റ് ഒന്നും തോന്നിയിട്ടില്ല. അതേസമയം പുള്ളിയുടെ ഒരു ഫൈറ്റ് സീക്വൻസ്, ഇപ്പോൾ പോക്കിരിയിലെ സീനൊക്കെ ഇനിയും കാണണോ? ഞാൻ ഇനിയും കാണും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറേ സിനിമകളും സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയൊരെണ്ണം ചെയ്യുന്നു, അപ്പം അടുത്ത പ്രാവശ്യം അണ്ണൻ എന്തായിരിക്കും ചെയ്യാൻ പോകണം, ഇത് എങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവും, അദ്ദേഹത്തിലെ സ്റ്റാറിനെ എങ്ങനെയായിരിക്കും ഡയറക്ടർ യൂസ് ചെയ്യുക എന്നൊക്കെ അറിയാൻ അങ്ങനെയുള്ള കുറേ ആകാംക്ഷ കൊണ്ട് നമ്മൾ കാത്തിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഒരു തങ്കച്ചി പാസം, മകൾ പാസം, കൂടുതലും മകൾ ഒരു പ്രൊട്ടക്ടർ ഇമേജ് തന്നെ ആയിരിക്കും ഇതിനകത്ത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. രാഷ്ട്രീയക്കാരോടുള്ള അദ്ദേഹത്തിന്, അതായത് നിലവിലെ രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തെ മലീമസമാക്കുന്നത്, അതിനെ എങ്ങനെ അണ്ണൻ നേരിടുന്നു എന്ന് പറയുന്ന ആ ഒരു ആംഗിളിൽ ഇപ്പോൾ ചാട്ടവാർ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ കെട്ടിയിട്ട് തല്ലുന്ന ആ സംഭവമൊക്കെ ഉണ്ടല്ലോ. ഉറപ്പായും രാഷ്ട്രീയ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് സിനിമയും കൂടി ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കുറേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി അതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ല അവർ ഉദ്ദേശിച്ചതെങ്കിലും ഈ സിനിമ കാണുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇതിലെ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയായിരിക്കും ഓരോ കാര്യങ്ങളെയും എടുക്കുന്നുണ്ടാവുക. ഈവൻ ട്രോൾ ചെയ്യപ്പെട്ടാൽ പോലും അതിനൊരു പൊളിറ്റിക്കൽ സൈഡിലായിരിക്കും അതുണ്ടാവുക. മ്യൂസിക് വൈസ് അടിപൊളിയാണ്, വിഷ്വൽ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആ ഡ്രോൺ ഫൈറ്റ് സംഭവങ്ങൾ അത് തിയേറ്ററിൽ കാണണമെന്ന് തോന്നുന്നുണ്ട്. തിയേറ്ററിൽ ഇത് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യും. പ്ലസ് ഇദ്ദേഹത്തിൻ്റെ ഈ രക്ഷിക്കൽ പരിപാടികൾ അതിൽ കുറച്ച് വെറൈറ്റികളൊക്കെ കൊണ്ടുവരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ടിപ്പിക്കൽ വിജയ് ആറ്റിറ്റ്യൂഡ് സാധനം ഒക്കെ ഉണ്ട്. അതെനിക്കിഷ്ടമാണ്. അതിപ്പം ഏത് പടത്തിലാണെങ്കിലും വിജയായിട്ടിരിക്കുന്നത് തന്നെയാണ്. അതാണ് നമ്മൾ വിജയുടെ അണ്ണൻ്റെ ഒരു മാസ് മസാല പടം കാണാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതൊക്കെ അത്രയും തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. മമിത ബൈജു വിജയോടൊപ്പം വിജയുടെ കടുത്ത ആരാധികയാണെന്ന് ഈ സിനിമയ്ക്കൊക്കെ ഒരുപാട് മുമ്പേ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിജയുടെ ഒരു സ്പീച്ചിൻ്റെ സമയത്ത് മമിതയുടെ ഒരു എക്സ്പ്രഷൻ ഇടുന്നതൊക്കെ സലിംകുമാറിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തമാശകൾ എപ്പാർട്ട്, അവരൊരു നല്ല ആർട്ടിസ്റ്റാണ്. ഈ ചെറിയ സമയം കൊണ്ട് അവരെ തേടി എത്തുന്ന വേഷങ്ങൾ, അതിൻ്റെ വലിപ്പം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവർ ഭാഗമാവുന്ന സിനിമകൾക്ക് കിട്ടുന്ന വലിയ വിജയങ്ങൾ എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഒരു സിനിമാ സ്നേഹി എന്നുള്ള നിലയ്ക്ക്, ഒരു മലയാളി എന്ന നിലയ്ക്ക് നല്ല സന്തോഷവും അഭിമാനവും ഒക്കെ തരുന്നൊരു കാര്യമാണ്. ഈ സിനിമയിൽ എന്തായാലും അണ്ണൻ്റെ ലവ് ട്രാക്കിന് അത്ര ഭീകര ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂജ ഹെഗ്ഡെ ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു പാട്ടും ഡാൻസും എലമെൻറ്റും ഒക്കെ കണ്ടേനെ. ഇതിൽ കൂടുതലും ഈ പറയുന്ന ഒരു പ്രൊട്ടക്ടർ ഇമേജിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ബാക്ക്
എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യം ഒതുങ്ങി പോയിട്ട് ഇല്ലടാ ഞാനിനി വരും എന്ന് പറയുന്ന, ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുന്ന ആ ഒരു ലൈനിലുള്ളൊരു സംഭവമൊക്കെ ആയിരിക്കും. പണ്ട് ഇയാൾ എന്തായിരുന്നു എന്നുള്ളത് അതൊരു സെഗ്മെൻ്റായിട്ട് സിനിമയുടെ ഇടയ്ക്ക് ഉണ്ടാവും. ഇപ്പോൾ അയാൾ എന്താണെന്നുള്ളതും നമ്മൾ കാണും. എനിക്കിത് കണ്ടിട്ട് ഞാൻ ബാലയ്യയുടെ ഒരു പടം കണ്ടതുപോലെ എനിക്കൊരു ഓർമ്മ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. കുറച്ചും കൂടി ആലോചിച്ച് ചിന്തിച്ച് ഇതിൻ്റെ ട്രെയിലർ പറ്റിയാൽ നമുക്ക് ട്രെയിലർ ഡീകോഡ് ചെയ്യാം. അതിൻ്റെ കോപ്പി അല്ല ഇതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ട്രെയിലർ ഡീകോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്? ട്രെയിലർ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ട്രെയിലർ കണ്ടിട്ടുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എൻ്റേതായിട്ടുള്ള മറുപടികൾ തരാൻ പറ്റുന്ന അത്രയും കമൻറ്റുകൾക്ക് തരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.